ഇന്ന് ദുബായിൽ ഒരാൾ മരിക്കാനിടയായതും 5 പേർക്ക് പരുക്ക് പറ്റാൻ കാരണമായതുമായ ആ സംഭവത്തെക്കുറിച്ച് നമ്മളെല്ലാവരും ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. ദുബായ് ഷേഖ് സായിദ് റോഡിലെ ഒരു കാർ ഷോറൂമിൽ ഒരു ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചതാണ് ആ അപകടത്തിന് കാരണമായതും ഒരാൾ തൽക്ഷണം മരിച്ചതും. അവിടെ തീപിടുത്തമുണ്ടായി, തീ അണയ്ക്കാൻ കഴിഞ്ഞു എന്നുള്ള റിപ്പോർട്ടൊക്കെ വൈകുന്നേരം ദുബായ് മീഡിയ ഓഫീസിൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ അറിഞ്ഞതാണ്. പക്ഷേ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കുമ്പോൾ ദുബായ് പോലീസ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ്, ദുബായിൽ നിങ്ങൾ എവിടെയാണെങ്കിലും ഓതറൈസ്ഡ് ആയിട്ടുള്ള സിലിണ്ടർ സെല്ലേഴ്സിൽ നിന്ന് മാത്രമേ ഗ്യാസ് സിലിണ്ടർ വാങ്ങാവൂ. അങ്ങനെ അല്ലാതെ നടത്തുന്ന റീഫില്ലിംഗ് ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞ് ഓതറൈസ്ഡ് അല്ലാത്ത, ലീഗൽ അല്ലാത്ത സംവിധാനത്തിലൂടെ പ്രവർത്തിക്കുന്ന ആളുകളിൽ നിന്നോ കമ്പനികളിൽ നിന്നോ ഏജൻറ്റുമാരിൽ നിന്നോ ഒരു കാരണവശാലും ഗ്യാസ് സിലിണ്ടർ വാങ്ങരുത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പല ആളുകളും അത് തെറ്റിച്ച് അല്പലാഭത്തിന് വേണ്ടി പെരും ഛേദം ഉണ്ടാക്കുന്ന വിധത്തിൽ ഇങ്ങനെ വാങ്ങാറുണ്ട്. അത്തരത്തിലൊന്നാണ് സംഭവിച്ചത് നമ്മൾ മനസ്സിലാക്കണം. കഴിഞ്ഞ വർഷം 1000-ലധികം കേസുകളാണ് ഇങ്ങനെ ഗ്യാസ് സിലിണ്ടറുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പിടിക്കപ്പെട്ടത്. ഇത്തവണയും തുടക്കത്തിൽ തന്നെ 300ഓളം ഗ്യാസ് സിലിണ്ടറുകൾ ഇങ്ങനെ അധികൃതർ പോയി പരിശോധന നടത്തി പൊക്കിയെടുത്തു. പക്ഷേ ഇതൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ചില ആളുകൾ പലതിൻ്റെയും മറവിൽ നിന്നുകൊണ്ട് ഇങ്ങനെ കുറഞ്ഞ വിലയ്ക്ക് ഗ്യാസ് സിലിണ്ടർ കൊടുക്കുന്ന ഒരു കച്ചവടം നടത്തിക്കൊണ്ടു പോകുന്നു. അതിൽ നമ്മൾ പെട്ടുപോകരുത്, ഇരകളായി മാറരുത് എന്നാണ് ദുബായ് പോലീസ് ആവർത്തിച്ച് ഇന്നും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വീടുകളിലേക്കാവട്ടെ, റെസ്റ്റോറൻറ്റുകളിലേക്കാവട്ടെ, മറ്റേതെങ്കിലും സ്ഥല സൗകര്യങ്ങളിലേക്കാവട്ടെ, ആവശ്യത്തിന് കുറഞ്ഞ കാശിന് ഗ്യാസ് സിലിണ്ടർ തരാമെന്ന് പറഞ്ഞ് ആരെങ്കിലും നമ്മളെ സമീപിച്ചാൽ അവരോട് വേണ്ട, ഇല്ല എന്ന് പറയാനുള്ള ശീലമുണ്ടാക്കിയെടുക്കണം. ഈ ഗ്യാസ് സിലിണ്ടർ സൂക്ഷിക്കുന്നതും മെയിൻറ്റെയിൻ ചെയ്യുന്നതും ഹാൻഡിൽ ചെയ്യുന്നതും സുരക്ഷിതമായ രൂപത്തിലായിരിക്കണം. ഇത് പരിശോധിക്കാനുള്ള ഒരുപാട് ടീമുകളുണ്ട്. അവരുടെ കണ്ണിൽപ്പെടാതെ ആർക്കും മാറാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ സന്ദേശം എല്ലാവരിലും എത്തിക്കലാണ് നമ്മളിപ്പോൾ ചെയ്യേണ്ടത്. ഏതായാലും ഒരാൾ മരണമടയുകയും 5 പേർക്ക് പരുക്ക് പറ്റുകയും ചെയ്തു. തീ ഇപ്പോൾ അണയ്ക്കാൻ പറ്റി എന്ന റിപ്പോർട്ടാണ് ഒടുവിൽ കിട്ടിയിരിക്കുന്നത്. UAEയുടെ സ്റ്റോം സെൻറ്റർ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് ഉച്ചതിരിഞ്ഞ് UAEയുടെ പല ഭാഗത്തും പ്രത്യേകിച്ച് കിഴക്കൻ മേഖലകളിൽ ശക്തമായ മഴയും ആലിപ്പഴ വർഷവും ഉണ്ടായി. ഷാർജ ദെയ്ദ് റോഡിലൊക്കെ കാറിൻ്റെ വിൻഷീൽഡിൽ വലിയ ആലിപ്പഴ കഷ്ണങ്ങൾ, ഐസ് കട്ടകൾ വന്ന് വീണുണ്ടായ അപകടത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളും വരികയാണ്. ഇനി 5 ദിവസം ഇത്തരത്തിലുള്ള മഴ പ്രത്യേകിച്ച് ഉച്ചയ്ക്ക് ശേഷമുള്ള സമയങ്ങളിൽ ഉണ്ടാകും എന്ന സൂചന നേരത്തെ തന്നെ സ്റ്റോം സെൻറ്ററും NCMഉം പറഞ്ഞിട്ടുള്ളതാണ്. ആ ജാഗ്രത പ്രത്യേകം നമ്മൾ പാലിക്കണം. തത്തുല്യമായ പല മുന്നറിയിപ്പുകളും സൗദി അറേബ്യയും ഒമാനും നൽകിയിട്ടുള്ള കാര്യവും ഓർക്കണം. യുദ്ധത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇന്ന് ട്രംപിൻ്റെ പ്രഖ്യാപനങ്ങളും പ്രസ്താവനകളും സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുമൊക്കെയാണ് വലിയ വാർത്തയായി ലോകമെങ്ങും ഇതാ ഈ ഓഗസ്റ്റ് 3 വൈകുന്നേരം നിറയുന്നത്. ഒന്നാമത്തെ കാര്യം, ഇറാനുമായിട്ടുള്ള ചർച്ച പുനരാരംഭിക്കുന്നു. ഇന്ന് തന്നെ കരാറുണ്ടാക്കുന്നതിന് തീയതിയൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും നിശ്ചയിച്ചിട്ടില്ല എന്നും ട്രംപ് പറയുകയാണ്. ഹോർമൂസിൻ്റെ നിയന്ത്രണം ഇറാനല്ല, ഇപ്പോൾ അവിടെ തമ്പടിച്ചിരിക്കുന്ന അമേരിക്കൻ സേനയ്ക്കാണ് എന്ന കാര്യം ലോകം മനസ്സിലാക്കണമെന്നും ട്രൂത്ത് സോഷ്യലിലൂടെ ട്രംപ് എഴുതുകയാണ്. മാത്രമല്ല ഏറ്റവും വലിയ കാര്യമായിട്ട് ഇപ്പോൾ ട്രംപ് പറഞ്ഞിരിക്കുന്നത്, ഏതെങ്കിലും ഒരു ഷിപ്പോ എന്തെങ്കിലും സാധന സാമഗ്രികൾ കൊണ്ടുള്ള ഏതെങ്കിലും വാഹനങ്ങൾ ഇറാനിലേക്ക് പോകുന്ന ഒരു കാര്യവും നടക്കില്ല. കരാർ ഉറപ്പിക്കുന്നത് വരെ ഒന്നും അങ്ങോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്ന് ശക്തമായി ട്രംപ് പറഞ്ഞിട്ടുമുണ്ട്. UAEയിൽ സോഷ്യൽ മീഡിയ രംഗത്ത് നിൽക്കുന്നവർ ശ്രദ്ധിക്കണം എന്ന അടിക്കുറിപ്പോടെ ഒരു കാര്യം, ഒരു കോടതി വിധി സംബന്ധമായ ലീഗൽ ആക്ഷൻ സംബന്ധമായ കാര്യം കൂടി ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. ഈ രാജ്യത്തിൻ്റെ നയപരിപാടികൾക്ക് വിരുദ്ധമായി എന്തെങ്കിലും സോഷ്യൽ മീഡിയ കണ്ടൻറ്റ് പുറത്തുവിട്ടാൽ നിയമ നടപടികൾക്ക് വിധേയമാകും എന്ന് ഈ അടുത്തും ചിലരുടെ അനുഭവത്തിൽ നിന്നുണ്ടായ കാര്യങ്ങൾ മുൻനിർത്തി സൂചിപ്പിക്കുകയാണ്. 2 പേർക്കെതിരെ ശക്തമായ നടപടി അതോറിറ്റി സ്വീകരിച്ചിരിക്കുന്നു. അതിൻ്റെ കാരണം ആയി പറയുന്നത്, UAEയുടെ പൊതുവായ സോഷ്യൽ മീഡിയ കണ്ടൻറ് സ്റ്റാൻഡേർഡുണ്ട്. ആ നിലവാരത്തിൽ നിന്ന് മറികടന്ന് രാജ്യത്തെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ എന്തെങ്കിലും സംസാരിക്കുക, ഇവിടുത്തെ മതവിശ്വാസങ്ങൾ, അത്തരം കാര്യങ്ങളെയൊക്കെ ഹനിക്കുന്ന രീതിയിലാവുക, ദേശീയ ഐക്യത്തെ വ്രണപ്പെടുത്തുന്ന എന്തെങ്കിലും സന്ദേശങ്ങളൊക്കെ നൽകുക, ഇത്തരം കാര്യങ്ങളൊക്കെ വന്നാൽ പിടിക്കപ്പെടും, നടപടികൾക്ക് വിധേയമാകും. ഈ കിട്ടിയിരിക്കുന്ന മീഡിയ ലൈസൻസ് തന്നെ റദ്ദാക്കപ്പെടും. ഇതൊക്കെ ബന്ധപ്പെട്ട വൃത്തങ്ങൾ വളരെ വ്യക്തമായി പ്രത്യേകിച്ച് നാഷണൽ മീഡിയ അതോറിറ്റിയൊക്കെ ഓർമ്മപ്പെടുത്തുമ്പോൾ ഈ രംഗത്ത് നിൽക്കുന്ന നമ്മളെല്ലാവരും പ്രത്യേകം ഇക്കാര്യത്തിൽ ശ്രദ്ധ വയ്ക്കണം. അതിനൊരു പേജോ പ്രൊഫൈലോ ഉള്ള ആരാണെങ്കിലും
ഇത്തരം കാര്യങ്ങൾ എന്താണ് UAE സ്റ്റാൻഡേർഡ് ഇക്കാര്യത്തിൽ പറയുന്നത്, അതനുസരിച്ച് മുന്നോട്ട് പോകണമെന്ന് ഈ കിട്ടിയിരിക്കുന്ന വിധിയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. Night updates supported by ELL Properties, Kalyan Jewelers, Lulu Supermarket, Hypermarket and Department Store, Al Nasood Cargo, Gold Star Rent-A-Car, Fira Foods, Explore Education, Impulse Warehouse, Dr. Asina's Ayurvedic Clinic, Iron Gold and Diamonds, Choco World, Partha Signature, Abu Shagara Sharjah, ABC Cargo and Courier, Hashim Hypermarket.